ഇന്ന് കേട്ടൊരു വാക്യമാണ്. ഒരു മരം അതിന് വെട്ടുകൊണ്ടുവന്ന് മാത്രമല്ല, എൻ്റെ വേരും പോയി, അതിൻ്റെ തായ്വേരും പോയി, അതിൻ്റെ കുറ്റിയും പോയി, വിറകിന് കൊള്ളുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ദൈവവചനം പറയുക, എന്നിട്ട് പോലും അത് ഇളം ചെടി പോലെ കയറി വന്നു എന്ന്. അങ്ങനെ ആകാൻ വേണ്ടി ദൈവം വിളിച്ചു കൊണ്ടുവന്നവരാ നിങ്ങൾ. എന്ത് വിഷമം ഉണ്ടായിക്കൊള്ളട്ടെ, തണ്ടും പോയി, ഇലയും പോയി, ശിഖരവും പോയി, വേരും പോയി, കുറ്റിയും പോയി, ഇനി എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് ചിന്തിച്ച് തളരരുത്. എന്നെ നോക്കി പലരും നേരെ പറഞ്ഞിട്ടുണ്ട്, നീ ഗുണം പിടിക്കുകയില്ല, നിന്നെ കൊണ്ട് ഒരു ഗുണവും ഇല്ല, വീട്ടിൽ പോലും നിന്നെ കൊണ്ട് ഗുണം ഉണ്ടാകത്തില്ല, നിനക്ക് മലയാളം പോലും എഴുതാൻ അറിയില്ല, നിനക്ക് എഴുതിയതിനകത്ത് മുഴുവൻ അക്ഷരത്തെറ്റാണ്. എല്ലാ തരത്തിൽ ചില സമയത്ത് നമ്മൾ ചിന്തിക്കും, മരിച്ചായിരുന്നെങ്കിൽ ഈ ആട്ടും തുപ്പും അവഗണനയും തരം താഴ്ത്തലും നാണം കെട്ടലും കൊണ്ട് മടുത്ത് എന്തോ ഒരു ജീവിതമായത്, ആരുടെ ശാപമാ. പക്ഷെ ബൈബിൾ വായിക്കുമ്പോഴാണ് നമുക്ക് പലതും മനസ്സിലാകുന്നത്, ഒന്നുമില്ലായ്മയെന്ന് പോലും. മുമ്പേ പറഞ്ഞ വാക്കല്ല കേട്ടോ. ഇപ്പം നിങ്ങളെ ചേച്ചി എന്ന് വിളിക്കുന്നു, ചേട്ടൻ, അയാള്, അവള്, ഇതേ ആൾക്കാരുണ്ടല്ലോ നാളെ അങ്കിളേന്ന് വിളിക്കും, ആൻറ്റീന്ന് വിളിക്കും. നമുക്ക് ചിരി വരും, ഏത് വകുപ്പിലാപ്പാ ഈ അങ്കിളായത്? പൈസ വന്ന പുത്തം വന്നോണ്ടാണ്. ഇച്ചിരി പുത്തം വരുമ്പോൾ നമ്മളൊക്കെ അങ്കിളാകും, അച്ഛൻ പാപ്പ എന്നൊക്കെ വിളിക്കും. ഏത് പാപ്പനാന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. ഇപ്പൊ ഒക്കെ മാറി. നമുക്ക് നല്ല കാലം വരുമ്പോൾ ഉണ്ടല്ലോ, പാപ്പന്മാർ, അങ്കിൾമാർ, ആൻറ്റിമാർ ഇളം ചെടി പോലെ വരും. നിങ്ങളത് വിശ്വസിച്ച് ജോണ 2 ലൈൻ പാടുക. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർ